ദുരൂഹതകളുടെ അങ്ങേയറ്റം. അതാണ് മലപ്പുറം എടവണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണം. കരാട്ടെ അധ്യാപകന്റെ പീഡനത്തിനിരയായ നിരവധി കുട്ടികളിൽ ഒരാൾ മാത്രമായിരുന്നു ആ പെൺകുട്ടി. പക്ഷേ ഈ കുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് കുടുംബം. മൃതദേഹം കണ്ടെത്തുമ്പോൾ മേൽവസ്ത്രമില്ലാതിരുന്നതും ആശങ്കയും ദുരൂഹതയും ഒരുപോലെ വർദ്ധിപ്പിക്കുകയാണ്. ഈ മാസം 19 വൈകിട്ടാണ് വിദ്യാർത്ഥിനിയെ കാണാതാകുന്നത്. പിന്നാലെ വീട്ടിൽ നിന്ന് 100 മീറ്റർ അകലെ ചാലിയാർ പുഴയിൽ പെൺകുട്ടിയുടെ ചേതനയറ്റ ശരീരമാണ് കണ്ടെത്തിയത്. ഊർക്കടവിലെ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിക്കെതിരെ പരാതിയുമായി അപ്പോൾ തന്നെ കുടുംബം രംഗത്തെത്തി. മാധ്യമങ്ങളിൽ വാർത്തയായി. പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയതോടെ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിയെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സിദ്ദിഖ് അലി നേരത്തെ പോക്സോ കേസുകളിൽ പ്രതിയായിരുന്നയാളാണ്. ഇയാൾക്കെതിരെ ഒട്ടേറെ പരാതികൾ വേറെയുമുണ്ടെന്ന് പെൺകുട്ടിയുടെ സഹോദരിയും നാട്ടുകാരും ആരോപിച്ചിരുന്നു. പെൺകുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അധ്യാപകനെതിരെയുള്ള പരാതി പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി പോലീസിന് കൈമാറിയിരുന്നതാണ്. പക്ഷേ മാനസിക സമ്മർദ്ദം മൂലം അന്ന് മൊഴി നൽകാൻ സാധിച്ചിരുന്നില്ല. വീണ്ടും പരാതിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം ഒരുങ്ങുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. മരണത്തിന് 2ാം ദിവസം പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. കരാട്ടെ ക്ലാസ്സിലെ പല പെൺകുട്ടികളോടും അധ്യാപകൻ സിദ്ദിഖ് അലി മോശമായി പെരുമാറിയെന്നും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്.